പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക് അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ആകെ 1,94,706 വോട്ടർമാരാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുന്നത്. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. വോട്ടിംഗ് യന്ത്രങ്ങൾ ഉൾപ്പെടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് പൂർത്തിയാകും. സച്ചിൻ വള്ളിക്കാടുണ്ട് വിവരങ്ങൾ നൽകാൻ. സച്ചിൻ, 29 ദിവസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്നലെ കൊട്ടിക്കലാശത്തോട് അവസാനമായിരിക്കുന്നു. ഇന്ന് നിശബ്ദ പ്രചാരണം, ഇന്ന് സ്ഥാനാർത്ഥികളുടെയൊക്കെ പ്രചാരണം എങ്ങനെയാണ്? വീടുകൾ കയറി വോട്ട് ശേഖരിക്കുക അവസാന ദിവസത്തിനുള്ള ഓട്ടമാണ്. തീർച്ചയായും അന്ന, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് വിക്ടോറിയ കോളേജിലാണ്. ഇവിടെയാണ് പോളിംഗ് സാമഗ്രികളുടെയും അതേപോലെ തന്നെ വോട്ട് എണ്ണൽ കേന്ദ്രവും സജ്ജീകരിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ രാവിലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പാലക്കാട് ഇപ്പോൾ പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. 11 മണിയോടുകൂടെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കും. നിലവിൽ 184 ബൂത്തുകളാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലുള്ളത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പിരായിരി, മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളും പാലക്കാട് നഗരസഭയും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. 1,94,706 വോട്ടർമാരാണ് നിലവിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലുള്ളത്. ഇതിൽ കൂടുതൽ സ്ത്രീകളാണ്. 1,290 സ്ത്രീകളാണ് മണ്ഡലത്തിലുള്ളത്. അതേപോലെ തന്നെ 780 പേർ ഭിന്നശേഷിക്കാരും 4 ട്രാൻസ്ജെൻഡേഴ്സും അടങ്ങുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർമാരുടെ കണക്ക്. നിലവിൽ 10 സ്ഥാനാർത്ഥികളാണ് പാലക്കാട് മത്സര രംഗത്തുള്ളത്. അതിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ചില പരാതികൾ അടക്കം ഉയർന്നിരുന്നു. വ്യാജ വോട്ടുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ പരാതികൾ ഉയർന്നത്. വ്യാജ വോട്ടും അതേപോലെ തന്നെ ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIMൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവായിരുന്നു പരാതി നൽകിയത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന് അടുത്തുള്ള മണ്ഡലങ്ങളിൽ നിന്നടക്കമുള്ള ആളുകളെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കൃത്യമായി ചേർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. 2700ഓളം ഇരട്ട വോട്ടുകളും അതേപോലെ തന്നെ വ്യാജ വോട്ടുകളും ചേർത്ത് എന്നായിരുന്നു പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ചേർത്തു എന്നായിരുന്നു CPM ജില്ലാ സെക്രട്ടറി വോട്ടർ പട്ടിക അടക്കം പരിശോധിച്ച് കണ്ടെത്തിയിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർക്കും അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിരുന്നു. തുടർന്ന് ഇന്നലെ ഇതിൽ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാത്തതിനാൽ കളക്ടറേറ്റിലേക്ക് LDFൻ്റെ നേതൃത്വത്തിൽ മാർച്ച് നടന്നു. AK ബാലനായിരുന്നു മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം നേരിട്ട് കളക്ടറെ കണ്ടുകൊണ്ട് ഈ പരാതി ഉന്നയിച്ചു. ഈ പരാതികളും അതേപോലെ തന്നെ നിവേദനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ പ്രശ്നബാധിത ബൂത്തുകൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നിവേദനം ജില്ലാ കളക്ടർക്ക് നൽകിയിരുന്നു. തുടർന്ന് ഇതിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ പാലക്കാട് ചില പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അത്തരം ബൂത്തുകൾ കഴിഞ്ഞ നിയമസഭാ നടക്കുന്ന സമയം അത് സുഗമമായി നടക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ്? ഒപ്പം ഇരട്ട വോട്ടും കള്ള വോട്ടും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏത് വിധത്തിലുള്ള ക്രമീകരണങ്ങൾ, സജ്ജീകരണങ്ങൾ ഉണ്ടാകുമെന്ന് കരുതാം? തീർച്ചയായും അന്ന, നാളെ രാവിലെ 7 മണിയോടുകൂടെ വോട്ടെടുപ്പ് ആരംഭിക്കും. ജില്ലയിൽ ചില പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അവിടെ അടക്കം കൂടുതൽ സുരക്ഷാ സന്നാഹങ്ങൾ, സുരക്ഷാ ഉദ്യോഗസ്ഥരെ അടക്കം ഉൾപ്പെടുത്തി കേരള പോലീസിൻ്റെയും കേന്ദ്ര സേനയുടെ അടക്കം നേതൃത്വത്തിൽ സുരക്ഷ ഒരുക്കുമെന്ന കാര്യം ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അന്ന പറഞ്ഞതുപോലെ തന്നെ വ്യാജ വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ പാലക്കാട് നഗരത്തിൽ താമസിക്കുന്നതോ അല്ലെങ്കിൽ ഈ നിയമസഭാ മണ്ഡലത്തിൽ താമസിക്കുന്നതോ അല്ലാത്ത ആളുകളുടെ പേരിൽ പരാതി ഉയരുകയാണെങ്കിൽ അത് കൃത്യമായ രേഖകൾ പരിശോധിച്ചുകൊണ്ട് മാത്രമേ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിലവിൽ അവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ പരാതികൾ ഉയരുകയാണെങ്കിൽ അത്തരം ആളുകൾക്കെതിരെ കർശനമായ കേസെടുക്കും, നിയമ നടപടികൾ ഉണ്ടാകുമെന്ന കാര്യം ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ പാലക്കാട് നിയമസഭാ മണ്ഡലം ഭരിക്കുന്നത് BJP ആണ്. മാത്തൂരും പിരായിരിയും ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഇവിടെയുള്ള BLOമാരെ സ്വാധീനിച്ചുകൊണ്ടാണ് UDFും BJPയും വ്യാപകമായി കള്ളവോട്ടും ഇരട്ട വോട്ടും ചേർത്തത് എന്ന കാര്യം CPIMൻ്റെയും LDFൻ്റെ നേതാക്കൾ ഉന്നയിച്ചിരുന്നു. അത്തരം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ കർശനമായ പരിശോധന നടത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ നടപടികൾ ഉണ്ടാകും എന്ന കാര്യം തന്നെയാണ് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയിരിക്കുന്നത്.
യെസ്, പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക് അവസാന വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ ഇന്നുള്ളത്. ഇന്ന് നിശബ്ദ പ്രചാരണം. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങൾ നൽകിയത്.